ഗുഡ് മോർണിംഗ്. ഇത് സ്റ്റാർട്ട് ചെയ്യാം. ആകെ കുറച്ച് പേരല്ലേ ജോയിൻ ചെയ്തോളൂ. ഇന്നലെ അഗർ പ്ലേറ്റ്സ് ആണ് പറഞ്ഞത്. അതായത് ഇനോക്കുലേഷൻ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനോക്കുലേഷൻ, ടൈപ്സ് ഓഫ് മീഡിയ ഫോർ ഇനോക്കുലേഷൻ. അതിൽ ഫസ്റ്റ് വൺ അഗർ പ്ലേറ്റ്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ സ്ലാൻഡ് കൾച്ചർ. അഗർ പ്ലേറ്റ് ഓൾറെഡി പറഞ്ഞു. നെക്സ്റ്റ് വൺ സ്ലാൻഡ് കൾച്ചർ. ഓക്കെ, അതായത് രണ്ടാമത്തെ മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലാൻഡ് കൾച്ചർ ആണ്. എന്താണ് സ്ലാൻഡ് കൾച്ചർ നോക്കാം. That a culture made on the slanting surface of a solidified medium in a test tube that has been tilted to provide a greater area for growth. അതായത് ഇനോക്കുലേഷൻ എന്താന്ന് ഓൾറെഡി പറഞ്ഞത്. ഇനോക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സബ്സ്റ്റൻസിനെ വേറൊരു സബ്സ്റ്റൻസിലോട്ട് ആഡ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് ഇനോക്കുലേഷൻ എന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഈ സ്ലാൻഡ് കൾച്ചർ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് ട്യൂബിന്റെ ടെസ്റ്റ് ട്യൂബിലുള്ള സോളിഡിഫൈഡ് ആയിട്ടുള്ള മീൻസ് ഖരരൂപത്തിലുള്ള മീഡിയത്തിലോട്ട് ആഡ് ചെയ്തിട്ടാണ്. ഓക്കെ, സ്ലാൻഡിങ് സർഫസ് ഓഫ് എ സോളിഡിഫൈഡ് മീഡിയം ഇൻ എ ടെസ്റ്റ് ട്യൂബ് ദാറ്റ് ഹാസ് ബീൻ ടിൽറ്റഡ് ടു പ്രൊവൈഡ് എ ഗ്രേറ്റർ ഏരിയ ഫോർ ഗ്രോത്ത്. ഓക്കെ, അതായത് സ്ലാൻഡിങ് സർഫസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെരിഞ്ഞ രീതിയിലുള്ള ഒരു സർഫസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അങ്ങനെ ചെരിഞ്ഞ രീതിയിലുള്ള സർഫസ് യൂസ് ചെയ്യുന്നത് വഴി എന്താണ് ഗ്രേറ്റർ ഏരിയ ഫോർ ഗ്രോത്തിന്, അതായത് ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു വലിയൊരു ഏരിയ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഈ ഒരു ചെരിവ് എന്തിനു സഹായിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ഏരിയ പ്രൊവൈഡ് ചെയ്യാൻ സഹായിക്കും. ഇതാണ് സ്ലാൻഡ് കൾച്ചർ. എന്നിട്ട് പറയാം സ്ലാൻഡ് കൾച്ചർ എന്ന് പറഞ്ഞാൽ എ കൾച്ചർ മെയ്ഡ് ഓൺ ദി സ്ലാൻഡിങ് സർഫസ് ഓഫ് എ സോളിഡിഫൈഡ് മീഡിയം ഇൻ എ ടെസ്റ്റ് ട്യൂബ്. അതായത് ടെസ്റ്റ് ട്യൂബിലെ സോളിഡിഫൈഡ് മീഡിയത്തിലാണ് സ്ലാൻഡ് കൾച്ചർ നിർമ്മിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു മീഡിയ നിർമ്മിക്കുന്നത്. സ്ലാൻഡിങ് സർഫസ് എന്ന് പറഞ്ഞാൽ ഒരു ചെരിഞ്ഞ സർഫസ് ആയിരിക്കും. ഓക്കെ, ഈ ചെരിഞ്ഞ സർഫസ് ദാറ്റ് ഹാസ് ബീൻ ടിൽറ്റഡ് ടു പ്രൊവൈഡ് എ ഗ്രേറ്റർ ഏരിയ ഫോർ ഗ്രോത്ത്. ഇങ്ങനെ ഈ ചെരിഞ്ഞ ഒരു സർഫസ് എന്തിനു സഹായിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വലിയൊരു ഏരിയ പ്രൊവൈഡ് ചെയ്യും. ഇതാണ് സ്ലാൻഡ് കൾച്ചർ. ഇസ് ഇറ്റ് ക്ലിയർ? സ്ലാൻഡ് കൾച്ചർ ക്ലിയർ ആയോ? ഓക്കെ, a culture made on the slanting surface of a solidified medium in a test tube that has been tilted to provide a greater area for growth. അതായത് കൾച്ചർ മെയ്ഡ് ചെയ്യുന്നത്, അതായത് കൾച്ചർ ഇവിടെ നിർമ്മിക്കുന്നത് ഒരു ടെസ്റ്റ് ട്യൂബിന്റെ സോളിഡിഫൈഡ് ആയിട്ടുള്ള മീഡിയത്തിൽ, ടെസ്റ്റ് ട്യൂബിലെ സോളിഡിഫൈഡ് മീഡിയത്തിലായിരിക്കും നിർമ്മിക്കുന്നത്. ഇതൊരു സ്ലാൻഡിങ് സർഫസ് ആയിട്ടായിരിക്കും സ്ഥിതി ചെയ്യുക. മീൻസ് ചെരിഞ്ഞ രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുക. ആ ചെരിഞ്ഞ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന സർഫസിലാണ് കൾച്ചർ മീഡിയ നിർമ്മിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഈ ഒരു ചെരിവ് എന്തിനു സഹായിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വലിയൊരു ഏരിയ പ്രൊവൈഡ് ചെയ്യാൻ സഹായിക്കും. എന്നിട്ട് പറയാം ടെസ്റ്റ് ട്യൂബിനുള്ളിലെ സോളിഡിഫൈഡ് മീഡിയത്തിലാണ് കൾച്ചർ മീഡിയ നിർമ്മിക്കുന്നത്. ഓക്കെ, അതായത് വേറെ സബ്സ്റ്റൻസ് ആഡ് ചെയ്യുന്നത്. ഇനോക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് ഓൾറെഡി കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. അതായത് വേറെ എന്താ പറയാ ഒരു സബ്സ്റ്റൻസ് വേറൊരു സബ്സ്റ്റൻസിലോട്ട് ആഡ് ചെയ്യുന്നതിനാണ് ഇനോക്കുലേഷൻ എന്ന് പറയുന്നതെന്ന് പഠിച്ചു. ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതായിരുന്നു. ഓക്കെ, ഇവിടെ എന്താണ് ടെസ്റ്റ് ട്യൂബിലെ ഒരു ചെരിഞ്ഞിരിക്കുന്ന ഒരു സ്ലാൻഡിങ് സർഫസ്. എ കൾച്ചർ മെയ്ഡ് ഓൺ ദി സ്ലാൻഡിങ് സർഫസ് മീൻസ് ഒരു ചെരിഞ്ഞ സർഫസിലായിരിക്കും, ചെരിഞ്ഞ ഒരു സർഫസ് മീൻസ് ഒരു ചെരിഞ്ഞ ഒരു ഉപരിതലത്തിലായിരിക്കും ഈ കൾച്ചർ നിർമ്മിക്കുന്നത്. ഓക്കെ, ഓഫ് എ സോളിഡ് മീഡിയം ഇൻ എ ടെസ്റ്റ് ട്യൂബ്. അതായത് ടെസ്റ്റ് ട്യൂബിലെ സോളിഡ് മീഡിയത്തിലായിരിക്കും ഈ കൾച്ചർ നിർമ്മിക്കുക. അതൊരു ചെരിഞ്ഞ സർഫസ് ആയിട്ടായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. ദാറ്റ് ഹാസ് ബീൻ ടിൽറ്റഡ് ടു പ്രൊവൈഡ് എ ഗ്രേറ്റർ ഏരിയ ഫോർ ഗ്രോത്ത്. അങ്ങനെ ആ ഒരു ചെരിഞ്ഞ സർഫസ് എന്തിനു സഹായിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയയുടെ ഗ്രോത്തിന് അല്ലെങ്കിൽ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു വലിയ ഏരിയ പ്രൊവൈഡ് ചെയ്യാൻ സഹായിക്കും. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വൺ ബ്രോത്ത് കൾച്ചർ. അതായത് ഇനോക്കുലേഷന് നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്നാമത്തത് അഗർ പ്ലേറ്റ്, രണ്ടാമത്തത് സ്ലാൻഡ് കൾച്ചർ, ഇനി അടുത്തത് ബ്രോത്ത് കൾച്ചർ. നെക്സ്റ്റ് വൺ ബ്രോത്ത് കൾച്ചർ. ബ്രോത്ത് കൾച്ചർ എന്താ നോക്കാം. ബ്രോത്ത് കൾച്ചേഴ്സ് ആർ ലിക്വിഡ് കൾച്ചേഴ്സ് യൂസ്ഡ് ടു ഗ്രോ ബാക്ടീരിയ ഇൻ ലാബോറട്ടറീസ്. അതായത് ബ്രോത്ത് കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലിക്വിഡ് ആയിട്ടുള്ള കൾച്ചറാണ്. ഓക്കെ, ദ്രാവക രൂപത്തിലുള്ള ഒരു കൾച്ചറാണ്. ഇത് ലബോറട്ടറീസിൽ ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക് യൂസ് ചെയ്യുന്നു. Then to create a broth culture, a scientist begins with a sterile liquid growth medium. ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള ലിക്വിഡ് ഗ്രോത്ത് മീഡിയത്തിലാണ് ഈ കൾച്ചർ
ബ്രോത്ത് കൾച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു സ്റ്റെറൈൽ ലിക്വിഡ് മീഡിയത്തിലാണ് ഈ ബാക്ടീരിയക്ക് ആവശ്യമായിട്ടുള്ള ഈ ബ്രോത്ത് കൾച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. ശാസ്ത്രജ്ഞന്മാർ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്തത്. അതായത് ഒരു ലിക്വിഡ് മീഡിയത്തിൽ, സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു ലിക്വിഡ് മീഡിയത്തിലായിരിക്കും, ദ്രാവക രൂപത്തിലുള്ള ഒരു മീഡിയത്തിലായിരിക്കും ഈ ബ്രോത്ത് കൾച്ചർ നിർമ്മിക്കുന്നത്. Okay, the medium is inoculated with bacteria and placed in an incubator at the appropriate temperature. ഈ മീഡിയത്തിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇനോക്കുലേഷൻ ചെയ്യുന്നുണ്ട്. ബാക്ടീരിയനെ ഇനോക്കുലേറ്റ് ചെയ്യും. അങ്ങനെ നിർമ്മിച്ചിരിക്കുന്ന ആ മീഡിയത്തിലോട്ട് ബാക്ടീരിയനെ ആഡ് ചെയ്യും. ഇനോക്കുലേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ കൂട്ടിച്ചേർക്കാന്ന്. ഓക്കെ, വേറൊരു സബ്സ്റ്റൻസിലോട്ട് ആഡ് ചെയ്യുന്നതിനാണ് ഇനോക്കുലേഷൻ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ഇവിടെ എന്താണ്? ഈ മീഡിയത്തിലോട്ട് ഇനോക്കുലേറ്റ് ചെയ്യുന്നത് ബാക്ടീരിയനാണ്. ഇനോക്കുലേറ്റഡ് വിത്ത് ബാക്ടീരിയ ആൻഡ് പ്ലേസ്ഡ് ഇൻ ആൻ ഇൻക്യുബേറ്റർ. അവിടെ ഒരു ഇൻക്യുബേറ്ററും പ്ലേസ് ചെയ്യും. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയാണ് ബ്രോത്ത് കൾച്ചർ. ഒന്നുകൂടി പറയാം. ബ്രോത്ത് കൾച്ചേഴ്സ് ആർ ലിക്വിഡ് കൾച്ചേഴ്സ് യൂസ്ഡ് ടു ഗ്രോ ബാക്ടീരിയ ഇൻ ലാബോറട്ടറീസ്. അതായത് ലാബോറട്ടറീസിൽ ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക് യൂസ് ചെയ്യുന്ന ഒരു മീഡിയമാണ് ബ്രോത്ത് കൾച്ചർ. ബ്രോത്ത് കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിക്വിഡ് കൾച്ചേഴ്സ് ആണ്. ഓക്കെ, ലിക്വിഡ് രൂപത്തിലുള്ള കൾച്ചറാണ്, മീൻസ് ദ്രാവക രൂപത്തിലുള്ളൊരു കൾച്ചർ മീഡിയ ആണ്. To create a broth culture, a scientist begins with a sterile liquid growth medium. അതായത് പരീക്ഷണം ചെയ്യുന്ന വ്യക്തികൾ ഈ ബ്രോത്ത് കൾച്ചർ നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള ലിക്വിഡ് മീഡിയത്തിലായിരിക്കും ഈ ബ്രോത്ത് കൾച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്, മീൻസ് സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത്. Then the medium is inoculated with bacteria and placed in an incubator at the appropriate temperature. അതായത് ഈ മീഡിയത്തിലോട്ട് ബാക്ടീരിയനെ ഇനോക്കുലേറ്റ് ചെയ്യും, ബാക്ടീരിയനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ അവിടെ ഒരു ഇൻക്യുബേറ്ററും പ്ലേസ് ചെയ്യും. ഇൻക്യുബേറ്റർ പ്ലേസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. ഇൻക്യുബേറ്റർ എന്താന്ന് ഓൾറെഡി നമ്മൾ എക്യുപ്മെന്റ്സിൽ പഠിച്ചതാണ്. ഓക്കെ, ഇൻക്യുബേറ്റർ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത്രയാണ് ബ്രോത്ത് കൾച്ചർ. ഇസ് ഇറ്റ് ക്ലിയർ? ബ്രോത്ത് കൾച്ചർ ക്ലിയർ ആയോ? ബ്രോത്ത് കൾച്ചർ ക്ലിയർ? റഹ്മത്ത് ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വൺ സ്റ്റാബ് കൾച്ചർ. അടുത്തത് സ്റ്റാബ് കൾച്ചർ. സ്റ്റാബ് കൾച്ചർ എന്ന് പറഞ്ഞാൽ എ കൾച്ചർ മെയ്ഡ് ബൈ ഇൻസേർട്ടിംഗ് ആൻഡ് ഇനോക്കുലേറ്റിംഗ് നീഡിൽ വിത്ത് ഇനോക്കുലം ഡൗൺ ദ സെന്റർ ഓഫ് എ സോളിഡ് മീഡിയം കണ്ടെയ്ൻഡ് ഇൻ എ ടെസ്റ്റ് ട്യൂബ്. ഓക്കെ, സ്റ്റാബ് കൾച്ചറിൽ എങ്ങനെയാണ് കൾച്ചർ മേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ the culture made by inserting and inoculating needle with inoculum. അതായത് ഇനോക്കുലേറ്റിംഗ് നീഡിൽ ഇൻസേർട്ട് ചെയ്തിട്ടാണ് കൾച്ചർ മീഡിയ നിർമ്മിക്കുന്നത്. ഈ ഇനോക്കുലേറ്റിംഗ് നീഡിലായിരിക്കും ഇനോക്കുലം ഉണ്ടാവുക, മീൻസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വെച്ചിരിക്കുന്ന വസ്തു ഉണ്ടാവുക ഈ ഇനോക്കുലേറ്റിംഗ് നീഡിലായിരിക്കും. ഈ ഇനോക്കുലേറ്റിംഗ് നീഡിൽ ടെസ്റ്റ് ട്യൂബിലെ ഒരു സോളിഡ് മീഡിയത്തിന്റെ നടുവിലോട്ട്, സെന്റർ പോർഷനിലോട്ട് നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് സ്റ്റാബ് കൾച്ചർ നിർമ്മിക്കുന്നത് ഒരു ഇനോക്കുലേറ്റിംഗ് നീഡിലായിരിക്കും ഇനോക്കുലം ഉണ്ടാവുക, മീൻസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ബാക്ടീരിയ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വസ്തുക്കൾ. ഓക്കെ, അത് ഇനോക്കുലേറ്റിംഗ് നീഡിലായിരിക്കും ഉണ്ടാവുക. ഈ ഇനോക്കുലേറ്റിംഗ് നീഡിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ടെസ്റ്റ് ട്യൂബിലെ ഒരു സോളിഡ് ആയിട്ടുള്ള മീഡിയം, ഓക്കെ, ടെസ്റ്റ് ട്യൂബിലെ സോളിഡ് ആയിട്ടുള്ള മീഡിയത്തിന്റെ മധ്യഭാഗത്തോട്ട്, സെന്റർ പോർഷനിലോട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് സ്റ്റാബ് കൾച്ചർ. എന്നോട് പറയാം, എ കൾച്ചർ മെയ്ഡ് ബൈ ഇൻസേർട്ടിംഗ് ആൻഡ് ഇനോക്കുലേറ്റിംഗ് നീഡിൽ വിത്ത് ഇനോക്കുലം ഡൗൺ ദ സെന്റർ ഓഫ് എ സോളിഡ് മീഡിയം കണ്ടെയ്ൻഡ് ഇൻ എ ടെസ്റ്റ് ട്യൂബ്. അതായത് ഒരു ഇനോക്കുലേറ്റിംഗ് നീഡിൽ നമ്മൾ ഇനോക്കുലം ഇൻസേർട്ട് ചെയ്തിട്ട് അത് നമ്മൾ ഒരു ടെസ്റ്റ് ട്യൂബിന്റെ സോളിഡ് മീഡിയത്തിന്റെ സെന്റർ പോർഷനിലോട്ട് ഡൗൺ ചെയ്യുക, അല്ലെങ്കിൽ അവിടേക്ക് ഇടുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Is it clear? Clear ആയോ? Okay. A culture made by inserting an inoculating needle with inoculum down the center of a solid medium contained in a test tube. അതായത് ഈ സ്റ്റാബ് കൾച്ചർ നിർമ്മിക്കുന്നത് അതായത് ഇനോക്കുലേറ്റിംഗ് നീഡിൽ ഒരു ഇനോക്കുലം ഉണ്ടാകും. ഓക്കെ, മീൻസ് ബാക്ടീരിയ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വസ്തുക്കൾ. ഓക്കെ, അതിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ടെസ്റ്റ് ട്യൂബിലെ ഒരു സോളിഡ് മീഡിയത്തിന്റെ സെന്ററിലോട്ട് ഡൗൺ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ?
Okay. Next one, plate culture. Last media എന്ന് പറഞ്ഞാൽ plate culture ആണ്. Plate culture എന്നുണ്ടെങ്കിൽ a culture medium contained in a flat transparent dish and used chiefly for growing microorganisms. Okay, plate culture എന്നുണ്ടെങ്കിൽ culture medium contained in a flat transparent dish. Okay, ഈ culture mediumത്തിൽ ഇവിടെ culture mediumത്തിൽ ഉള്ളത് ഒരു transparent ആയിട്ടുള്ള ഡിഷിലായിരിക്കും, പരന്നിരിക്കുന്ന ഒരു transparent ആയിട്ടുള്ള ഡിഷിലായിരിക്കും. Okay, and used chiefly for growing microorganism. ഇതാണ് പ്രധാനമായിട്ടും മൈക്രോ ഓർഗാനിസത്തിന്റെ വളർച്ചയ്ക്കായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്, അതായത് പ്ലേറ്റ് കൾച്ചർ. പ്ലേറ്റ് കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ യൂസ് ചെയ്യുന്നത്, പ്ലേറ്റ് കൾച്ചർ നിർമ്മിക്കുന്നത് ഒരു ഫ്ലാറ്റ് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഡിഷിലായിരിക്കും. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ടും എന്താ പറയുക മൈക്രോ ഓർഗാനിസത്തിന്റെ വളർച്ചയ്ക്ക് യൂസ് ചെയ്യുന്ന മെത്തേഡ്. എന്നിട്ട് പറയാം, പ്ലേറ്റ് കൾച്ചർ എന്ന കൾച്ചർ മീഡിയം കണ്ടെയ്ൻഡ് ഇൻ എ ഫ്ലാറ്റ് ട്രാൻസ്പെറന്റ് ഡിഷ് ആൻഡ് യൂസ്ഡ് ചീഫ്ലി ഫോർ ഗ്രോവിംഗ് മൈക്രോ ഓർഗാനിസംസ്. അതായത് ഈ കൾച്ചർ മീഡിയത്തിൽ അടങ്ങിയിരിക്കുന്നത് ഒരു ഫ്ലാറ്റ് ട്രാൻസ്പെറന്റ് ഡിഷിലായിരിക്കും, ഫ്ലാറ്റ് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഡിഷിലായിരിക്കും. ഇതാണ് പ്രധാനമായിട്ടും ഓർഗാനിസത്തിന്റെ വളർച്ചയ്ക്ക് യൂസ് ചെയ്യുന്നത്. Is it clear? Okay. ഇത്രയാണ് എന്താ പറയുക ഇനോക്കുലേഷൻ. ഓക്കെ, അടുത്ത നിങ്ങൾക്ക് ഞാൻ എടുത്തു തരുന്നത്, നിങ്ങൾക്ക് ലാബ് സൈഡ്, നിങ്ങൾ ലാബ് സൈഡിലോട്ട് പോവുകയാണ്. സോ മിസ് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ എന്താ പറയുക, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എത്തിക്സ് ആണ് ഞാൻ പറയുന്നത്. ടെസ്റ്റുകളും കാര്യങ്ങളെല്ലാം റിയ മിസ് എടുത്തു തരും. ഓക്കെ, അവിടെ ജസ്റ്റ് നിങ്ങൾ എങ്ങനെയാണ് അവിടെ ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. എത്തിക്സ് ആണ് പറയാൻ പോകുന്നത്. Is it clear? എത്തിക്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മീൻസ് ഇത് നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ സിലബസിന്റെ ഭാഗമല്ല. ക്ലിയർ ആയോ? നിങ്ങൾ ഫസ്റ്റ് ഇയറിലൊക്കെ ഓൾറെഡി പഠിച്ചതായിരിക്കും എത്തിക്സ്. ലാബ് സൈഡിലുള്ള എത്തിക്സ് ആണ് പറയാൻ പോകുന്നത്. ഇത് മൈക്രോബയോളജിന്റെ നോട്ടിൽ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് റണ്ണിങ് നോട്ടായിട്ട് റഫ് ബുക്കിൽ എഴുതി വെക്കാവുന്നതാണ്. ക്ലിയർ ആയോ? ഓക്കെ, എത്തിക്സ് ആണ് പറയാൻ പോകുന്നത്, ശ്രദ്ധിച്ച് കേൾക്കാം. ഓക്കെ, എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ആദ്യം പറയുന്നത്. ഓക്കെ, എത്തിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് റൈറ്റ് കണ്ടക്ട്. എത്തിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഹെഡിങ് കൊടുക്കുക, നിങ്ങൾ റണ്ണിങ് നോട്ടിൽ എഴുതിക്കോ. മീൻസ് മൈക്രോബയോളജി നോട്ടിൽ എഴുതണ്ട, മൈക്രോബയോളജി നോട്ടിന്റെ ബാക്ക് സൈഡിൽ എഴുതി വെക്കുക. ഓക്കെ, മെഡിക്കൽ എത്തിക്സ് ഓഫ് ലബോറട്ടറി ടെക്നിക്. മെഡിക്കൽ എത്തിക്സ് ഓഫ് ലബോറട്ടറി ടെക്നിക്. ഓക്കെ, ഇൻ ദാറ്റ് സബ് ഹെഡിങ് കൊടുക്കുക എത്തിക്സ്. എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. എത്തിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് റൈറ്റ് കണ്ടക്ട്. ഓക്കെ, അതായത് എത്തിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടം പ്രിൻസിപ്പിൾസ് ആണ്, ഒരു കൂട്ടം തത്വങ്ങളാണ്. എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ റൈറ്റ് കണ്ടക്ട് മീൻസ് ശരിയായ നടത്തിപ്പിന് വേണ്ടിയുള്ള ഒരു കൂട്ടം തത്വങ്ങളെ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസിനെയാണ് എത്തിക്സ് എന്ന് പറയുന്നത്. എ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് റൈറ്റ് കണ്ടക്ട്, അതാണ് എത്തിക്സ്. അതായത് ശരിയായ നടത്തിപ്പിന് ആവശ്യമായിട്ടുള്ള ഒരു കൂട്ടം തത്വങ്ങളെയാണ് എത്തിക്സ് എന്ന് പറയുന്നത്. എത്തിക്സ് ഡെഫിനിഷൻ ക്ലിയർ ആയോ? ക്ലിയർ? ക്ലിയർ ആയോ ആരെങ്കിലും? ഓക്കെ, നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. ഓക്കെ, ഇനി ഓരോ പ്രിൻസിപ്പിൾസ് നിങ്ങൾ ലാബ് സൈഡിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഇതുപോലെ ബിഹേവ് ചെയ്യുക ലാബ് സൈഡിൽ പോകുമ്പോൾ. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ്, ട്രീറ്റ് പേഷ്യൻസ് ആൻഡ് കൊളീഗ്സ് വിത്ത് റെസ്പെക്ട്, കെയർ ആൻഡ് തോട്ട്ഫുൾനെസ്. ട്രീറ്റ് പേഷ്യൻസ് ആൻഡ് കൊളീഗ്സ് വിത്ത് റെസ്പെക്ട്, കെയർ ആൻഡ് തോട്ട്ഫുൾനെസ്. ഓക്കെ, അതായത് നമ്മൾ പേഷ്യൻസിനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പേഷ്യൻസിനോടും അതുപോലെ തന്നെ കൊളീഗ്സിനോട്. കൊളീഗ്സ് എന്ന് പറഞ്ഞാൽ മീൻസ് നമ്മുടെ കൂടെയുള്ളവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസ്പെക്ട്ഫുൾ ആയിരിക്കണം, മീൻസ് ബഹുമാനത്തോടും അതുപോലെ വളരെ കെയർഫുൾ ആയിട്ടായിരിക്കണം. അതുപോലെ തന്നെ തോട്ട്ഫുൾ മീൻസ് വളരെ ചിന്താപരമായിട്ടും ഒക്കെയാണ് പെരുമാറേണ്ടത്. അതാണ് ആ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ട്രീറ്റ് പേഷ്യൻസ് ആൻഡ് കൊളീഗ്സ് വിത്ത് റെസ്പെക്ട്, കെയർ ആൻഡ് തോട്ട്ഫുൾനെസ്. അതായത് പേഷ്യൻസിനോടും കൊളീഗ്സിനോടൊക്കെ നമ്മൾ ബഹുമാനത്തോടും അതുപോലെ തന്നെ വളരെ ചിന്താപരമായിട്ടൊക്കെ വേണം പെരുമാറാൻ. Then second principle, perform duties in an accurate, precise, timely and responsible manner. Perform duties in an accurate, precise,
ടൈംലി ആൻഡ് റെസ്പോൺസിബിൾ മാനർ. അതായത് നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടി എങ്ങനെയാണ് നമ്മൾ നിർവഹിക്കേണ്ടതെന്നാണ് പറയുന്നത്. അതായത് അക്യുറേറ്റ് ആയിരിക്കണം, വളരെ സൂക്ഷ്മമായിട്ടായിരിക്കണം, പ്രിസൈസ് വളരെ കൃത്യമായിട്ടായിരിക്കണം, ആൻഡ് ടൈംലി ആൻഡ് റെസ്പോൺസിബിൾ മാനർ വളരെ എന്താ പറയുക കറക്റ്റ് ആയിട്ടുള്ള ടൈം യൂസ് ചെയ്യണം. അതുപോലെ തന്നെ റെസ്പോൺസിബിൾ മാനർ മീൻസ് വളരെ ഉത്തരവാദിത്ത ബോധത്തോടെ വേണം പെരുമാറാൻ. ഇതാണ് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. പെർഫോം ഡ്യൂട്ടീസ് ഇൻ ആൻ ആക്യുറേറ്റ്, പ്രിസൈസ്, ടൈംലി ആൻഡ് റെസ്പോൺസിബിൾ മാനർ. നമ്മൾ നിർവഹിക്കേണ്ട ഡ്യൂട്ടീസ് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ടും കൃത്യമായിട്ടും സമയപരമായിട്ടും അതുപോലെ തന്നെ ഉത്തരവാദിത്ത ബോധത്തോടും കൂടി വേണം ചെയ്യാൻ. Then third point, safeguard patient information as confidential within the limits of the law. അതായത് നിയമങ്ങൾക്ക് അതീതമായിട്ട് അല്ലെങ്കിൽ നിയമത്തിനെതിരായിട്ട് എന്താണ് നമ്മൾ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ വളരെ രഹസ്യപരമായിട്ട് വേണം സൂക്ഷിക്കാൻ അല്ലെങ്കിൽ സംരക്ഷിക്കാൻ. അതാണ് മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. സേഫ് ഗാർഡ് പേഷ്യന്റ് ഇൻഫർമേഷൻ ആസ് കോൺഫിഡൻഷ്യൽ വിത്തിൻ ദ ലിമിറ്റ്സ് ഓഫ് ദി ലോ. അതായത് പേഷ്യന്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് രഹസ്യപരമായിട്ട് കോൺഫിഡൻഷ്യൽ ആയിട്ട് മീൻസ് രഹസ്യപരമായിട്ട് വേണം നമ്മൾ സേഫ് ഗാർഡ് ചെയ്യാൻ മീൻസ് സംരക്ഷിക്കാൻ. വിത്തിൻ ദ ലിമിറ്റ്സ് ഓഫ് ദി ലോ മീൻസ് നിയമങ്ങൾക്ക് അനുസൃതമായിട്ട്. Then third point, fourth principle, prudently use laboratory resources. Prudently uses laboratory resources. Prudently എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവേകപൂർവം മീൻസ് ലബോറട്ടറിയിലെ റിസോഴ്സസ് മീൻസ് ലബോറട്ടറിയിലെ ഉപാധികൾ അല്ലെങ്കിൽ വസ്തുക്കൾ അതെല്ലാം നമ്മൾ വളരെ വിവേകപൂർവം വേണം യൂസ് ചെയ്യാൻ മീൻസ് ഉപയോഗിക്കാൻ. അതാണ് ഫോർത്ത് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. പ്രൂഡന്റ്ലി യൂസ് ലബോറട്ടറി റിസോഴ്സസ്. ലബോറട്ടറിയിലുള്ള ഉപാധികൾ മീൻസ് വസ്തുക്കളെല്ലാം നമ്മൾ വളരെ വിവേകപൂർവം വേണം യൂസ് ചെയ്യാൻ. Then fifth one, do not get involved in activities that would diminish confidence in laboratory. Do not get involved in activities that would diminish confidence in laboratory. അതായത് ലബോറട്ടറിയിലെ കോൺഫിഡൻസ് കുറയ്ക്കുന്ന രീതിയിലുള്ള ഒരു ആക്ടിവിറ്റീസിൽ നമ്മൾ ഇടപെടാൻ പാടില്ല. അതിന് എക്സാമ്പിൾ കോമ്പിറ്റൻസ് എന്ന മത്സരബുദ്ധി, മത്സരത്തോടെ പെരുമാറാൻ പാടില്ല. then ഇമ്പാർഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ പക്ഷഭേദം കാണിക്കാൻ പാടില്ല. then ജഡ്ജ്മെന്റ് ഓർ ഓപ്പറേഷണൽ ഇന്റഗ്രിറ്റി മീൻസ് വിമർശിക്കാൻ പാടില്ല, വിമർശനം നടത്താൻ പാടില്ല അല്ലെങ്കിൽ വിലയിരുത്താൻ പാടില്ല. എത്രയാണ് ഒന്നുകൂടി പറയാം. അഞ്ചാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ do not get involved in activities that would diminish confidence in laboratory. ലബോറട്ടറിയിലെ കോൺഫിഡൻസ് കുറയ്ക്കുന്ന രീതിയിലുള്ള ഒരു ആക്ടിവിറ്റീസിൽ നമ്മൾ ഇടപെടാൻ പാടില്ല. അതിന് എക്സാമ്പിൾ ആണ് കോമ്പിറ്റൻസ് മത്സരബുദ്ധി മീൻസ് മത്സരപരമായിട്ട് പെരുമാറാൻ പാടില്ല. അതുപോലെ തന്നെ ഇമ്പാർഷ്യാലിറ്റി പക്ഷഭേദം കാണിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് ഓർ ഓപ്പറേഷണൽ ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക വിമർശന ബുദ്ധി കാണിക്കാൻ മീൻസ് വിമർശിക്കാൻ പാടില്ല. then sixth one, management and personnel shall be free from financial, undue commercial or other pressures and influences that affect the quality of work. അതുപോലെ തന്നെ സിക്സ്ത് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് മാനേജ്മെന്റും മീൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നടത്തുന്ന ആള് നടത്തുകാരും അതുപോലെ തന്നെ പേഴ്സണൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്യോഗാർത്ഥികൾ മീൻസ് അവിടെ വർക്ക് ചെയ്യുന്നവര്. മാനേജ്മെന്റും അതുപോലെ തന്നെ പേഴ്സണൽസും എന്തായിരിക്കണം ഫിനാൻഷ്യൽ ആയിട്ടുള്ള ധനപരമായിട്ടും അതുപോലെ തന്നെ കൊമേഴ്സ്യൽ വാണിജ്യപരമായിട്ടൊക്കെയുള്ള സമ്മർദ്ദങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പ്രഷറിൽ നിന്നെല്ലാം എന്തായിരിക്കണം ഫ്രീ ആയിട്ടിരിക്കണം മീൻസ് അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറണം. ആൻഡ് ഇൻഫ്ലുവൻസസ് ദാറ്റ് അഫക്ട് ദ ക്വാളിറ്റി ഓഫ് വർക്ക്. ഇതെല്ലാം വർക്കിനെ അഫക്ട് ചെയ്യുന്നതായിരിക്കും. അതായത് വേറെ രീതിയിലുള്ള പുറമേ നിന്നുള്ള വാണിജ്യപരമായിട്ട് ഫിനാൻഷ്യൽ ആയിട്ടോ ധനപരമായിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ കൊമേഴ്സ്യൽ ആയിട്ടോ വാണിജ്യപരമായിട്ടോ ഉള്ള അല്ലെങ്കിൽ മറ്റു പ്രഷേഴ്സ് മീൻസ് മറ്റു സമ്മർദ്ദങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്യണം ഒഴിഞ്ഞു മാറണം. അതിൽ നിന്നെല്ലാം ഫ്രീ ആയിരിക്കണം. കാരണം അതിലെല്ലാം ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം വർക്കിന്റെ ക്വാളിറ്റീനെ അഫക്ട് ചെയ്യും മീൻസ് പ്രവൃത്തിയുടെ മൂല്യത്തെ അഫക്ട് ചെയ്യും. സോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം
അതായത് എന്താ പറയാ ഇപ്പൊ കൈക്കൂലി വാങ്ങുക, അല്ലെങ്കിൽ എന്താ പറയാ നമുക്ക് അറിയുന്നവർക്ക് നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക, അങ്ങനെയുള്ള എന്താ പറയാ, അല്ലെങ്കിൽ എന്താ പറയാ ഓരോ സമ്മർദ്ദങ്ങൾ അതുപോലുള്ള പ്രഷേഴ്സിൽ നിന്നെല്ലാം നമ്മൾ എന്താണ് ഫ്രീ ആയിട്ടിരിക്കണം. Okay, then seventh one, always conduct yourself in a professional manner. Example, dressing appropriately, comma, turning cell phones off, comma, not discussing results of interaction with the client with the others. Okay, അതായത് സെവൻത്ത് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞെങ്കിൽ എപ്പോഴും നമ്മൾ എന്തെങ്കിലും always conduct yourself in a professional manner. നമ്മൾ എപ്പോഴും ഒരു പ്രൊഫഷണൽ മാനറോടെ വേണം പ്രവർത്തിക്കാൻ. പ്രൊഫഷണൽ മാനർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഉദ്യോഗസ്ഥയാണ്, അല്ലെങ്കിൽ നമ്മളൊരു MLT സ്റ്റുഡന്റ് അല്ലെ സോറി ലാബ് അസിസ്റ്റന്റ് ആണ് എന്നുള്ള നിലയിൽ വേണം നമ്മൾ എപ്പോഴും പ്രവർത്തിക്കാൻ. Okay, always conduct yourself in a professional manner. നമ്മളൊരു ഉദ്യോഗസ്ഥയായിട്ടാണ് എപ്പോഴും പെരുമാറേണ്ടത്. അതിന് എക്സാമ്പിൾ ആണ് ഡ്രസ്സിങ് അപ്രോപ്രിയേറ്റ്ലി. നമ്മൾ ഡ്രസ്സ് നീറ്റ് ആയിട്ട് ധരിക്കണം. മീൻസ് ഇപ്പൊ ഏപ്രോൺ ഇടണമെങ്കിൽ ഏപ്രോൺ മെയിൻറ്റെയിൻ ചെയ്യണം, യൂണിഫോം ആണെങ്കിൽ യൂണിഫോം മെയിൻറ്റെയിൻ ചെയ്യണം, അതുപോലെ ഹെയർ പുട്ടപ്പ് ചെയ്യണമെങ്കിൽ ഹെയർ പുട്ടപ്പ് ചെയ്യണം, നെയിൽ കട്ട് ചെയ്യണമെങ്കിൽ നെയിൽസ് കട്ട് ചെയ്യണം, ഇതെല്ലാം ഇതിൽ വരും. ഓക്കെ, ഡ്രസ്സിങ് അപ്രോപ്രിയേറ്റ്ലി, ദെൻ ടേണിങ് സെൽ ഫോൺസ് ഓഫ്, അതുപോലെ തന്നെ വർക്കിംഗ് ടൈമിൽ മൊബൈൽ ഫോൺസ് എല്ലാം ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ നോട്ട് ഡിസ്കസിങ് റിസൾട്ട്സ് ഓഫ് ഇന്ററാക്ഷൻ വിത്ത് ക്ലയന്റ് വിത്ത് അതേഴ്സ്. അതായത് മറ്റുള്ളവരുമായിട്ട് ക്ലയന്റിന്റെ എന്താ പറയുക ക്ലയന്റിന്റെ റിസൾട്ടിനെ കുറിച്ചൊക്കെ മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, മറ്റുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇത്രയാണ് സെവൻത്ത് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ഓൾവേസ് കണ്ടക്ട് യുവർ സെൽഫ് ഇൻ എ പ്രൊഫഷണൽ മാനർ. അതാണ് സെവൻത്ത് പ്രിൻസിപ്പിൾ. അതിന് എക്സാമ്പിൾസ് ആണ് ഞാൻ ജസ്റ്റ് പറഞ്ഞത്. ഡ്രസ്സിങ് അപ്രോപ്രിയേറ്റ്ലി, ടേണിങ് സെൽ ഫോൺസ് ഓഫ്, ദെൻ നോട്ട് ഡിസ്കസിങ് റിസൾട്ട്സ് ഓഫ് ഇന്ററാക്ഷൻ വിത്ത് ക്ലയന്റ് വിത്ത് അതേഴ്സ്. Then eighth one, maintaining patient confidentiality is a must. എപ്പോഴും എന്തായിരിക്കണം, നമ്മൾ പേഷ്യന്റിന്റെ വിശ്വസ്തത എപ്പോഴും എന്താ പറയാ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ വിശ്വസ്തത. ഓക്കെ, അതായത് പേഷ്യന്റിനോടുള്ള വിശ്വസ്തത എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ദെൻ അതാണ് എയ്ത്ത് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. മെയിൻറ്റെയിൻ പേഷ്യന്റ് കോൺഫിഡൻഷ്യാലിറ്റി ഇസ് എ മസ്റ്റ്. എപ്പോഴും പേഷ്യന്റിന്റെ പേഷ്യന്റിനോടുള്ള വിശ്വസ്തത നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. Then ninth point, communicate effectively with the patients, the public, colleagues and other healthcare providers, contributing to a healthy and positive work environment. നമ്മൾ എപ്പോഴും എന്താ പറയാ കമ്മ്യൂണിക്കേറ്റ് ആശയവിനിമയം നടത്തുന്നത് ഇഫക്റ്റീവ് ആയിട്ടായിരിക്കണം, ഫലപ്രദമായിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മൾ ആശയവിനിമയം നടത്തേണ്ടത്. അതായത് പേഷ്യൻസിനോടാണെങ്കിലും പബ്ലിക്കിനോടാണെങ്കിലും അതുപോലെ തന്നെ കൊളീഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോടാണെങ്കിലും ആൻഡ് അതർ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, അതായത് വേറെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് മീൻസ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന പല ഫാർമസിസ്റ്റ് ഉണ്ടെങ്കിൽ അവര്, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവര്, നഴ്സസ് ഉണ്ടെങ്കിൽ അവരോടെല്ലാം നമ്മൾ എന്താണ് അല്ലെങ്കിൽ പേഷ്യൻസ്, പബ്ലിക്, ഇവരോടെല്ലാം നമ്മൾ എന്താണ് ഇഫക്റ്റീവ് ആയിട്ട് വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. മീൻസ് വളരെ ഫലപ്രദമായ രീതിയിൽ വേണം ആശയവിനിമയം നടത്താൻ. ദാറ്റ് കോൺട്രിബ്യൂട്ടിങ് എ ഹെൽത്തി ആൻഡ് പോസിറ്റീവ് വർക്ക് എൻവയോൺമെന്റ്. അങ്ങനെ ആശയവിനിമയം നടത്തുന്നത് വഴി എന്തിനു സഹായിക്കും, ഒരു ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വർക്ക് എൻവയോൺമെന്റ് നമുക്ക് മീൻസ് നമ്മൾ വർക്ക് ചെയ്യുന്ന എന്താ ഒരു അന്തരീക്ഷം നമുക്ക് വളരെ പോസിറ്റീവ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് നയൻത്ത് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. കമ്മ്യൂണിക്കേറ്റ് ഇഫക്റ്റീവ്ലി വിത്ത് പേഷ്യൻസ്, പബ്ലിക്, കൊളീഗ്സ് ആൻഡ് അതർ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, കോൺട്രിബ്യൂട്ടിംഗ് ടു എ ഹെൽത്തി ആൻഡ് പോസിറ്റീവ് വർക്ക് എൻവയോൺമെന്റ്. Then last one, 10th one, practice according to established protocols, safety guidelines, relevant current provincial and federal legislation, institutional procedures and policies and environmental considerations. അതായത് 10th പോയിന്റ് പറഞ്ഞിരിക്കുന്നത് പ്രാക്ടീസ് അക്കോർഡിംഗ് ടു എസ്റ്റാബ്ലിഷ്ഡ് പ്രോട്ടോകോൾസ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് എപ്പോഴും എന്താണ്, അംഗീകൃതമായിട്ടുള്ള നിബന്ധനകൾക്കനുസരിച്ചായിരിക്കണം. പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ നിബന്ധനകൾ. ഓക്കെ, എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അംഗീകൃതമായിട്ടുള്ള. നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് എപ്പോഴും അംഗീകൃതമായിട്ടുള്ള നിബന്ധനകൾക്ക് അനുസരിച്ചിട്ടായിരിക്കണം. ദെൻ സേഫ്റ്റി ഗൈഡ് ലൈൻസിന് അനുസരിച്ചിട്ടായിരിക്കണം. സേഫ്റ്റി ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ സേഫ്റ്റിക്ക് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. അതുപോലെ തന്നെ റിലവന്റ് കറന്റ് പ്രൊവിൻഷ്യൽ ആൻഡ് ഫെഡറൽ ലെജിസ്ലേഷൻ, അതായത് ഉചിതമായിട്ടുള്ള പ്രാദേശികപരമോ അതുപോലെ തന്നെ കേന്ദ്രഭരണപരവുമായിട്ടുള്ള നിയമങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കണം. മീൻസ് പ്രാദേശികപരം, കറന്റ് പ്രൊവിൻഷ്യൽ എന്നൊക്കെ പറഞ്ഞാൽ പ്രാദേശികപരമായിട്ടും അതുപോലെ തന്നെ ഫെഡറൽ ലെജിസ്ലേഷൻ മീൻസ് കേന്ദ്രഭരണപരമായിട്ടുമുള്ള
നിയമങ്ങൾക്ക് അനുസൃതമായിരിക്കണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ. അതുകൂടാതെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രൊസീജിയേഴ്സ് ആൻഡ് പോളിസീസ്. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും മീൻസ് ഓരോ സ്ഥാപനത്തിനും ഓരോ ലാബിനും ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓരോ ലാബിനും എന്താണ് അതിൻ്റെതായ പ്രൊസീജിയേഴ്സും പോളിസീസും ഒക്കെ ഉണ്ടാകും. ഓക്കെ, അതിനനുസൃതമായിട്ടായിരിക്കണം പ്രൊസീജിയേഴ്സ് ആൻഡ് പോളിസീസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ സമ്പ്രദായങ്ങൾക്കും അവിടുത്തെ നയങ്ങൾക്കും അനുസരിച്ചിട്ടായിരിക്കണം. ആൻഡ് എൻവയോൺമെന്റൽ കൺസിഡറേഷൻ, അതുകൂടാതെ തന്നെ പരിസ്ഥിതിക്ക് പരിഗണന കൊടുത്തും വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ. ഒന്നുകൂടി പറയാം, 10th പോയിന്റ് പറഞ്ഞിരിക്കുന്നത് പ്രാക്ടീസ് അക്കോർഡിംഗ് ടു എസ്റ്റാബ്ലിഷ്ഡ് പ്രോട്ടോകോൾസ്, safety guidelines, relevant current provincial and federal legislation, institutional procedures and policies and environmental consideration. മീൻസ് നമ്മൾ എങ്ങനെയൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അംഗീകൃതമായ നിയമങ്ങൾക്ക് അനുസൃതമായിരിക്കണം, സേഫ്റ്റി ഗൈഡ് ലൈൻസ് മീൻസ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിരിക്കണം, ദെൻ ഉചിതമായിട്ടുള്ള പ്രാദേശികപരവും കേന്ദ്രഭരണപരവുമായിട്ടുള്ള നിയമങ്ങൾക്ക് അനുസൃതമായിരിക്കണം, then institutional procedures and policies means സ്ഥാപനപരമായിട്ടുള്ള നിയമങ്ങൾക്ക് അല്ലെങ്കിൽ നയങ്ങൾക്ക് അനുസൃതമായിരിക്കണം, and environmental consideration means പരിസ്ഥിതിക്ക് പരിഗണന കൊടുത്തും വേണം പ്രാക്ടീസ് ചെയ്യാൻ. ഇത്രയാണ് പ്രിൻസിപ്പിൾസ്. ഇത്രയും പ്രിൻസിപ്പിൾസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഗുഡ് MLT അസിസ്റ്റന്റ് ആയിരിക്കും. Is it clear? Clear ആയ പ്രിൻസിപ്പിൾസ്? Please give response. Clear ആയോ? Okay. അഭിഷ്ണ, പ്രിൻസിപ്പിൾ എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അഭിഷ്ണ, എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആണോ? ശരിയായ നടത്തിപ്പിന് ആവശ്യമായിട്ടുള്ള തത്വങ്ങളെയാണ് എത്തിക്സ് എന്ന് പറയുന്നത്. ശരിയായ നടത്തിപ്പിന് ആവശ്യമായിട്ടുള്ള പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ തത്വങ്ങളെയാണ് എത്തിക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഷബീബ, റഹ്മത്ത്, ഷബീബ കേൾക്കുന്നുണ്ടോ? പ്രിൻസിപ്പിൾസ് പറ. ഉത്തരവാദിത്തം. ദെൻ മൂന്നാമത്തെ പ്രിൻസിപ്പിൾ നിയമത്തിനെതിരായിട്ടാണോ? നിയമങ്ങൾക്ക് അനുസൃതമായി, അതിരായിട്ട്, അനുസൃതമായിട്ട്. പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ നമ്മൾ രഹസ്യപരമായിട്ട് വേണം സൂക്ഷിക്കാൻ. Then fourth one. Next one. എന്തൊക്കെ ആക്ടിവിറ്റീസാ? ഓക്കെ. Sixth one. പേഴ്സണൽ മീൻസ് ഉദ്യോഗാർത്ഥി സമൂഹവും മറ്റു സമ്മർദ്ദങ്ങളും. ഓക്കെ. Then seventh one. അങ്ങനെ പറഞ്ഞാൽ എന്തൊക്കെയാ? അതിന് എക്സാമ്പിൾ. ഫോൺസ് എല്ലാം മൊബൈൽ ഫോൺസ് ഓഫ് ചെയ്യണം. എയ്ത്ത് വൺ. ഓക്കെ. നയൻത്ത് വൺ. ഇഫക്റ്റീവ് ആയിട്ട് വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, മീൻസ് ആശയവിനിമയം നടത്താൻ. ആരൊക്കെയായിട്ടാ?
പബ്ലിക് ആയിട്ടും കൊളീഗ്സ് ആയിട്ടും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഒക്കെ ആയിട്ട്. ദെൻ ലാസ്റ്റ് വൺ. ഓക്കെ ഗുഡ്. ഓക്കെ ഇത്രയാണ് പ്രിൻസിപ്പിൾസ്. ഓക്കെ നോട്ട് വേണോ? പ്രിൻസിപ്പിളിന്റെ നോട്ട് വേണോ? നോട്ട് വാട്സപ്പിൽ ഇടണോ? മീൻസ് ഇത് നിങ്ങൾ ലാബ് സൈഡിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നതാണ്. ഓക്കെ ഓക്കെ താങ്ക് യു. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. ഓക്കെ അഭിഷ്ണ ഇപ്പോഴാണോ പറയുന്നത് അഭിഷ്ണ? ഞാൻ ക്ലാസ് ഓക്കെ പരീക്ഷ നാളെ ഇടാം. സഹലയും ഷാനിബ് കുറെ പേരുണ്ടല്ലോ അറ്റൻഡ് ചെയ്യാൻ. ഷെബീബി ഒന്നും അറ്റൻഡ് ചെയ്തില്ല. അറ്റൻഡ് ചെയ്യാത്തവരൊക്കെ നാളെ അറ്റൻഡ് ചെയ്യാം. ഓക്കെ ഓക്കെ താങ്ക് യു.